പശ്ചിമേഷ്യ വീണ്ടും സംഘർഷങ്ങളുടെ ഇടമായി മാറുന്നു എന്നതാണ് സാഹചര്യം. ആശങ്കപ്പെടുത്തുന്നു എന്നതാണ് പുതിയ സാഹചര്യം. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു ഇറാൻ. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കുകയും ചെയ്തു. ഹോർമുസിലെ ബദൽ പാതയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. അമേരിക്കയുമായുള്ള ധാരണയെ ചൊല്ലി ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ സമയത്ത് പോലും കപ്പലുകൾ ആക്രമിച്ചത് ഇറാനിലെ തീവ്ര ഗ്രൂപ്പുകളാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം അയത്തുള്ള ഖമേനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് മകനും ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവുമായ മുസ്തഫ ഖമനേയിയുടെ പ്രഖ്യാപനവും വരുന്നു. ഇതിനിടെ ബഹ്റിന് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരുള്ള മേഖലയിലെ ഈ നീക്കം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. തീരുന്നില്ല, UAEക്ക് നേരെയും ചില അറ്റാക്കുകൾ ഉണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സ്ഥിതി മാറുന്നു. വി വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ തുടരുന്നു എന്ന് മാത്രമല്ല, മലയാളികളടക്കം താമസിക്കപ്പെടുന്ന ഇടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന ആദ്യ നാളുകളിലെ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? എന്തെങ്കിലും ആശങ്കപ്പെടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്? സൈത്ത്, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ബഹ്റൈന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണം. ഇത് പ്രതിരോധ സംവിധാനം വഴി ഇറാൻ ചെറുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ അപായ മുന്നറിയിപ്പുകൾ, അവിടെ സൈറൺ മുഴക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങളോട് അനാവശ്യമായി പുറത്തിറങ്ങരുത്, ഈ സൈറൺ മുഴങ്ങുന്ന സമയത്ത് ജാഗ്രത പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ബഹ്റൈൻ സർക്കാർ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. കുവൈറ്റ്, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമോ എന്ന കടുത്ത ആശങ്ക നിലനിൽക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ തൊഴിൽ തേടി എത്തിയ സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടേക്കാണ് ഇപ്പോൾ ഇറാൻ്റെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം. ഹോർമൂസിൽ വീണ്ടും സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നതാണ് ഇത്തരമൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ വീണ്ടും കൊണ്ടുപോകുന്നത്. തിരിച്ചടിക്കും, അതായത് അയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയതിന് തിരിച്ചടി ഉണ്ടാകും. അദ്ദേഹത്തെ വകവരുത്തിയവരെ തിരിച്ചും ആ തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് മുസ്തഫ ഖമേനി, അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ ഇറാൻ്റെ പരമാധികാരിയുമായ മുസ്തഫയുടെ വെല്ലുവിളി. അതിനെ അമേരിക്ക നേരിടുന്നത് തിരിച്ചടിച്ചുകൊണ്ടാണ്. ഇറാന് നേരെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടാണ്. ഹോർമൂസിലേക്ക് കൂടുതൽ അമേരിക്കൻ പടക്കപ്പലുകൾ എത്തുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ആക്രമണത്തിലേക്ക് അമേരിക്കൻ നീങ്ങാൻ പോകുന്നു. അതിൻ്റെ സൂചനകളാണ് വരുന്നത്. ബന്ദർ അബ്ബാസ് പോലുള്ള തുറമുഖങ്ങളിലേക്ക് ഇതിനകം തന്നെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഖൂംദൂബ്, അങ്ങനെ ഇറാൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്കാണ് അമേരിക്കയുടെ ആക്രമണം. ഇതുവരെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിൽ ആക്രമണം മാറിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സ്ഥിതി വഷളാകുന്നതിന് ഇടയാക്കിയത് ഹോർമൂസിലെ ഇടപെടൽ തന്നെയാണ്. ഒമാൻ തീരത്തുകൂടി പുതിയ 2 ബദൽ പാതകൾ ഒമാൻ തുറന്നു. അത് പരമ്പരാഗതമായി ഹോർമൂസിലൂടെ കപ്പൽ പോകുന്ന വഴിയല്ല. അവിടെയാണ് ഇറാന് വലിയ സ്വാധീനമുള്ളത്. എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായി ഒമാൻ തീരത്തുകൂടി ചേർന്ന് പുതിയ 2 പാതകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.